ഓരോ സ്പെഷ്യലിസ്റ്റും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഉദാഹരണത്തിന് നെഫ്രോളജിസ്റ്റ് അദ്ദേഹം കിഡ്നിയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുക. കാർഡിയോളജിസ്റ്റ് ഹാർട്ടിനെയും, പൊഡിയാട്രിക് സർജൻ കാലിനെയും, റെറ്റിനൽ സർജൻ റെറ്റിനെയും, അങ്ങനെ ഓരോ സ്പെഷ്യലിസ്റ്റും അവരവരുടെ സ്പെഷ്യാലിറ്റിയുമായി ബന്ധപ്പെട്ട അവയവങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നു, ചികിത്സിക്കുന്നു. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ശരീരത്തിൽ മൊത്തമായുള്ള ഇൻഫ്ലമേഷന്റെ, വീക്കത്തിന്റെ ട്രിഗറായ നിങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച് സാധാരണ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ശ്രദ്ധിക്കാറില്ല. അത് ഡയറ്റീഷ്യന്റെയും ഫിറ്റ്നസ് ട്രെയിനറിന്റെയും മാത്രം കാര്യമായി മാറും. ഇവിടെയാണ് ചികിത്സയും രോഗകാരണവും തമ്മിലുള്ള വിടവ് വലുതാകുന്നത്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന രോഗത്തിന്റെ മൂലകാരണവും പരിഹാരവും ചികിത്സയുടെ അജണ്ടയിൽ ഇല്ലാതെ പോകുന്നു. നിങ്ങളുടെ ചികിത്സ സങ്കീർണമാകാൻ കാരണം ഇതാണ്. ഓരോ സ്പെഷ്യലിസ്റ്റും അവരവരുടേതായ ഭാഗം മാത്രം ചികിത്സിക്കുമ്പോൾ ദ റൂട്ട് കോസ്, മൂലകാരണം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കഴിക്കുന്ന ഗുളികകൾ വീക്കത്തിന്റെ തീ അണയ്ക്കുന്നില്ല, ചിലപ്പോൾ പാർശ്വഫലങ്ങളുടെ രൂപത്തിൽ ആളിക്കത്താൻ ഇടയാക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഈ രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം അവയുടെയെല്ലാം കോമൺ ഫൗണ്ടേഷൻ, പൊതുവായ അടിത്തറ കണ്ടെത്തി തിരുത്തുക എന്നതാണ്. ഇവിടെയാണ് ശരീരത്തെ, വ്യക്തിയെ മൊത്തമായി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ്, ഒരു ഏകീകൃത ചികിത്സയുടെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.